റോസിന് പരാതി കൊടുത്തിട്ട് അരമണിക്കൂർ മാത്രമേ ആവുന്നുള്ളൂ. നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രതികരണം അങ്ങനെയാണ്. ആദ്യ പരാതിയിൽ അറസ്റ്റുണ്ടായി. രണ്ടാമത്തെ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്തിരിക്കുന്നത്. ആ കേസിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അണിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഹണിയുടെ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. അതായത് അരമണിക്കൂർ മുൻപ് നൽകിയ പരാതിയാണ്. നേരത്തെ രാവിലെ ഹണി റോസ് നേരിട്ട് പോലീസിൽ ഹാജരാവുകയും നേരത്തെ ആദ്യമെടുത്ത കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളൊക്കെ തന്നെ കൈമാറിയിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ പോസ്റ്റുകൾക്ക് താഴെ വന്ന അശ്ലീല കമന്റുകൾ, നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിനും താഴെ പോലും ഉണ്ടായ അശ്ലീല കമന്റുകൾ, ഇതിന് എല്ലാം തെളിവുകളും ക്രോഡീകരിച്ച് നൽകിയിരുന്നതിന് ശേഷം ഇപ്പോൾ അരമണിക്കൂർ മുൻപാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൃത്യമായ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ആദ്യ കേസുമായി ബന്ധപ്പെട്ടെടുത്ത വകുപ്പുകളെല്ലാം തന്നെ വിട്ട്, അതായത് ഭാരതീയ ന്യായ സംഹിത 75(4) അതുപോലെ തന്നെ IT ആക്ട് 67 പ്രകാരമായിരുന്നു ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിലൊരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 27 പേർക്കെതിരെ ഇതേ സമാനമായ വകുപ്പുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ആണെങ്കിൽ ഈ കേസിലും ബോബി ചെമ്മണ്ണൂരിനെതിരെ സമാനമായ വകുപ്പുകളും ഒരുപക്ഷെ അതിലധികം വകുപ്പുകളും ചേർത്ത് കേസെടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസ് ഏതൊക്കെ കേസുകളാണ് എടുക്കുക, എന്തൊക്കെ നടപടികളാണ് പോലീസ് സ്വീകരിക്കുക, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഹണി റോസിനെ സംബന്ധിച്ച് വളരെ ഏറെ നാളുകളായി തന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് അശ്ലീല കമന്റുകൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം. ഇതിലുള്ള ഒരു വ്യത്യാസം, ഇന്നലത്തെ അറസ്റ്റും ഇതുമായി തമ്മിലുള്ള ഒരു വ്യത്യാസം, നേരത്തേത് കമന്റുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അധിക്ഷേപിച്ചു, ഇല്ലെങ്കിൽ അശ്ലീല പരാമർശം നടത്തിയെന്നായിരുന്നു. പക്ഷേ ഇത് മറ്റൊന്നാണ്, തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ, അത് നേരിട്ടാണ്, പല പരിപാടികളിലാണ്, അതിനുശേഷം സോഷ്യൽ മീഡിയകൾ വഴിയാണ്. അപ്പം ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള കേസല്ലേ? അപ്പോൾ വകുപ്പുകൾ ഏത് തരത്തിലായിരിക്കും? സ്വാഭാവികമായ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കാര്യമായ വകുപ്പുകളൊക്കെ തന്നെ എടുത്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കേസ് രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അശ്ലീല കമന്റ് ഇട്ട ആളുകൾക്കെതിരെ ഇത്തരത്തിൽ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. സ്വാഭാവികമായും നേരിട്ടും അല്ലാതെയും മറ്റുള്ള രീതിയിലും ഒക്കെ തന്നെ ആക്ഷേപം നടത്തി എന്നുള്ള, വളരെ മാനസികമായി തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആക്ഷേപം നടത്തി എന്നുള്ള കാര്യം പരാതിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളും അതിൽ കൂടുതൽ വകുപ്പുകളും ഇട്ട് തന്നെയായിരിക്കും എറണാകുളം പോലീസ്, സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ ഉണ്ടാകുമോ, ഉടനെ ഉണ്ടാകുമോ, ഏതൊക്കെ വകുപ്പുകളായിരിക്കും, ഇനി അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഉടൻ കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. ഈ തുറന്ന പോര്, അതായത് യുദ്ധത്തിനാണ് താൻ ഇറങ്ങിയിരിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ എന്ന് കൃത്യമായി ഹണി റോസ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ തന്നെ ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ കമന്റുകളുമായി ബന്ധപ്പെട്ട പരാതി വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാൻ ഹണി റോസ് മടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കമന്റുകൾ വന്നിരുന്നു. എന്താണെങ്കിലും താൻ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാനിടയാക്കിയ ഒരു വ്യക്തി എന്നത് ഈ ബോബി ചെമ്മണ്ണൂർ ആണ് എന്നുള്ളത് പരസ്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഹണി റോസ്. ധന്യ. യെസ്, അതാണ് ഇത്ര കാലം നേരിട്ട അധിക്ഷേപങ്ങൾക്ക്, അശ്ലീല പരാമർശങ്ങൾക്കെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു ബിസിനസ്മാന് എതിരെ ഹണി റോസ് പരാതി നൽകുന്നു എന്നുള്ളതാണ്. അശ്ലീല പരാമർശങ്ങളിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർച്ചയായി നടത്തിയ അശ്ലീല പരാമർശങ്ങളിൽ പരാതി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നടപടി വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഹണി റോസ് നമ്മളോടും പ്രതികരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ഒരു അറസ്റ്റ് ഉണ്ടായത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ് ഹണി റോസിന്റെ പരാതി. നടപടികളിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി ഹണി റോസ് നമ്മളോട് പ്രതികരിക്കും.